ഹലോ. നമ്മളിൽ ആർക്കാണ് ഒരു സ്റ്റേജിൽ കയറുമ്പോൾ നെഞ്ചിലൊരു പെടപെടപ്പ് തോന്നാത്തത്, അല്ലേ? സ്റ്റേജ് ഫ്രൈറ്റ്. അപ്പോ ഈ ഒരു പരിഭ്രമത്തെ എങ്ങനെ നമ്മുടെ ഏറ്റവും വലിയൊരു കൂട്ടാളിയാക്കി മാറ്റാം? ടീക.കോമിലെ മിസ്റ്റർ ഡി.ആർ. നായരുടെ ഒരു ലേഖനത്തെ അടിസ്ഥാനമാക്കി നമുക്കിന്ന് അതിനെപ്പറ്റി സംസാരിക്കാം. ഈ ഒരു വരി കേൾക്കുമ്പോ നിങ്ങളുടെ ഓർമ്മ എങ്ങോട്ടാ പോന്നെ? ഉറപ്പല്ലേ, നമ്മളെല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും അങ്ങനൊരു നിമിഷം, ആദ്യത്തെ സ്റ്റേജ് അനുഭവം. ഒന്ന് ഓർത്തു നോക്കിക്കേ. എന്റെ കാര്യം പറയുകയാണെങ്കിൽ 7ാം ക്ലാസ്സിലെ ഒരു കവിതാ പാരായണ മത്സരമാണ് ഓർമ്മ വരുന്നേ. സ്റ്റേജിൽ കയറി മൈക്കിന്റെ മുന്നിൽ നിന്ന് ആ നിമിഷം ആദ്യം തന്നെ കൈപ്പത്തി വിയർക്കാൻ തുടങ്ങി. പിന്നെ പതിയെ തലയ്ക്കൊരു കനം കുറയുന്ന പോലെ, കണ്ണിനു മുന്നിലെല്ലാം ഒരു മങ്ങല്. എല്ലാവരും എന്നെ തന്നെ നോക്കിയിരിക്കുവാണെന്ന ആ ഒരൊറ്റ ചിന്ത, അത് മതിയായിരുന്നു എല്ലാം കൈവിട്ടു പോകാൻ. അവസാനം പേടിച്ചത് തന്നെ സംഭവിച്ചു. എത്രയോ കഷ്ടപ്പെട്ട് പഠിച്ചുവെച്ച വരികളില്ലേ, എല്ലാം ഒറ്റയടിക്ക് ബ്ലാങ്ക്. പിന്നെ സ്റ്റേജിൽ ആകെ ഒരു മരവിപ്പിക്കുന്ന നിശബ്ദത. അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം ഇങ്ങനെ പെരുമാറുന്നത്? ഈ വിറയലിനും വിയർപ്പിനും പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരിക്കും? വാ, നമുക്കതിന്റെ സയൻസിലേക്കൊന്ന് നോക്കാം. ഈ നെർവസ്നെസ് എന്ന് പറയുന്നത് അതൊരു കുറവായിട്ട് കാണേണ്ട ഒന്നല്ല. സത്യം പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ബിൽട്ടിൻ ആയിട്ടുള്ള ഒരു അലാറം സിസ്റ്റം പോലെയാ. ഹേയ്, ശ്രദ്ധിക്കണേ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ശരീരം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു രീതി, തികച്ചും സ്വാഭാവികമായൊരു പ്രതികരണം. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഈ അലാറം സിസ്റ്റം ഉണ്ടല്ലോ, അത് കുറച്ചൊരു പഴയ മോഡലാണ്. അതായത് ഒരു പുലി മുന്നിൽ വന്ന് ചാടുന്നതും ഒരു 100 പേരുടെ മുന്നിൽ സംസാരിക്കാൻ നിൽക്കുന്നതും തമ്മിൽ വേർതിരിച്ചറിയാൻ പാവത്തിനറിയില്ല. രണ്ടും അതിന് ഒരുപോലെ അപകടമാണ്. അതുകൊണ്ടാണ് റിയാക്ഷൻ ഇത്രയും സ്ട്രോങ് ആവുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ഏറ്റവും രസകരമായ ഭാഗം. ഈ ശാരീരികമായ റിയാക്ഷൻസിനെ നമുക്ക് ചിലപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്ന കാഴ്ചപ്പാട് മാറ്റാൻ പറ്റും. ആ ഒരൊറ്റ മെന്റൽ ഫ്ലിപ്പ്, അതായത് മാനസികമായ ഒരു മാറ്റം മതി ഈ ഭയത്തെ നമുക്ക് പവർഫുൾ ഒരു ഇന്ധനമാക്കി മാറ്റാൻ. അതെങ്ങനെയെന്നല്ലേ നോക്കാം. ശാസ്ത്രം പറയുന്ന ഒരു കാര്യം കേട്ടാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. പരിഭ്രമം, അതായത് നെർവസ്നെസ്, പിന്നെ ആവേശം, എക്സൈറ്റ്മെന്റ്. ഫിസിയോളജിക്കലി, അതായത് ശരീരശാസ്ത്രപരമായിട്ട് നോക്കിയാൽ ഇവ രണ്ടും ഏതാണ്ട് ഒന്നു തന്നെയാണ്. ദേ, ഇങ്ങോട്ട് നോക്കിക്കേ. ഹൃദയമിടിപ്പ് കൂടുന്നു, ശ്വാസം വേഗത്തിലാവുന്നു, കൈകൾക്കൊരു ചെറിയ വിറയൽ. ഈ ലക്ഷണങ്ങൾ പരിഭ്രമത്തിനുമുണ്ട്, ആവേശത്തിനുമുണ്ട്. രണ്ടും സെയിമാണ്. അപ്പൊ പിന്നെ വ്യത്യാസം എവിടെയാ? വ്യത്യാസം ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ. നമ്മൾ ആ വികാരത്തിന് കൊടുക്കുന്ന പേരില്, ആ ലേബലില്. അതാണ് ഗെയിം ചേഞ്ചർ. അപ്പോ അടുത്ത തവണ നെഞ്ചിടിക്കുമ്പോ അയ്യോ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുന്നതിന് പകരം സ്വയം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ഇല്ല, ഇത് പേടിയല്ല, ഇത് എക്സൈറ്റ്മെന്റ് ആണ്, ഞാൻ ഈ നിമിഷത്തിനു വേണ്ടി റെഡിയാവുകയാണ് എന്ന്. ഓക്കെ, അപ്പോ ഈ തിയറി നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലാക്കാം? സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുൻപ് കൂളാവാനും കോൺഫിഡൻസ് കൂട്ടാനും ഇതാ സിമ്പിളായ 4 വഴികൾ. ഒന്നാമത്തേത് ബ്രീത്തിങ്. പതുക്കെ ദീർഘമായിട്ടൊന്ന് ശ്വാസമെടുത്ത് പുറത്തുവിടുക. ഇത് നമ്മുടെ ശരീരത്തിന്റെ ആ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലെ അതിനെയൊന്ന് തണുപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. 2, പ്രിപ്പറേഷൻ. നമ്മുടെ വിഷയം നമുക്ക് എത്രത്തോളം അറിയാമോ അത്രയും കോൺഫിഡൻസ് തനിയെ വരും. 3, ഫോക്കസ് മാറ്റുക. ആളുകൾ എന്ത് വിചാരിക്കും എന്ന ചിന്ത മാറ്റിയിട്ട് എനിക്കെന്ത് മെസ്സേജാണോ കൊടുക്കാനുള്ളത് എന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. 4, കണക്ട് ചെയ്യുക. ഓഡിയൻസിൽ സൗഹൃദത്തോടെ ഇരിക്കുന്ന 1-2 മുഖങ്ങൾ കണ്ടെത്തുക. അവരോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് കരുതുക. അത് വലിയൊരു വ്യത്യാസമുണ്ടാക്കും. ഇനി അധികം ആരും പറഞ്ഞു തരാത്ത ഒരു രഹസ്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയൊരു റിലാക്സേഷൻ കിട്ടും. നമ്മുടെ ഈ പരിഭ്രമം അതിന്റെ പീക്കിലെത്തുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മള് സംസാരിക്കാൻ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള ആ 1-2 മിനിറ്റില് മാത്രാണ്. അതായത് ആ കൊടുങ്കാറ്റ് ഏറ്റവും ശക്തിയായി വീശുന്നത് തുടക്കത്തില് മാത്രം. നിങ്ങൾ സംസാരിച്ചു തുടങ്ങി ഒരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ മതി, ഈ ടെൻഷനൊക്കെ പതുക്കെ അങ്ങ് പോകും. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോ ആ ആദ്യത്തെ 2 മിനിറ്റ് അതൊന്ന് പിടിച്ചു നിന്നാ മതി. അപ്പോ നമുക്ക് ഈ മുഴുവൻ കാഴ്ചപ്പാടിനെയും ഒന്ന് മാറ്റിമറിച്ചാലോ? സ്റ്റേജ് ഫ്രൈറ്റ് നമ്മളെ തളർത്താൻ വരുന്ന ഒരു ശത്രുവല്ല, മറിച്ച് ഒരു വലിയ കളിക്കിറങ്ങും മുൻപ് നമ്മളെ വാമപ്പ് ചെയ്യിക്കുന്ന ഒരു കോച്ചിനെ പോലെയാണ്. അതുകൊണ്ട് അടുത്ത തവണ നെഞ്ചിടിപ്പ് കൂടുമ്പോൾ ഓർക്കണം, ഇത് നിങ്ങൾ തകർന്നു പോകാൻ പോവുകയാണെന്നതിന്റെ സൈൻ അല്ല. മറിച്ച് നിങ്ങൾ സ്റ്റേജിൽ തിളങ്ങാൻ വേണ്ടി ശരീരം തയ്യാറെടുക്കുകയാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ആ ഊർജം, അതാണ് നിങ്ങളുടെ പ്രകടനത്തിന്റെ ഇന്ധനം.
അപ്പോ ഇത് നിർത്തുമ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം. സ്റ്റേജ് ഫ്രൈറ്റ് കാരണം നിങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടിയൊരു നിമിഷം ഓർത്തെടുക്കാൻ പറ്റൂ. അന്ന് നിങ്ങൾ എങ്ങനെയാ അതിനെ നേരിട്ടത്? ഇനി ഈ പുതിയ അറിവുമായിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തെ എങ്ങനെയായിരിക്കും നിങ്ങൾ നേരിടുക? നിങ്ങളുടെ അനുഭവങ്ങളെന്ന് പങ്കുവച്ചാൽ അത് കേൾക്കുന്ന വേറൊരാൾക്ക് ചിലപ്പോൾ വലിയൊരു ധൈര്യമായിരിക്കും കിട്ടുന്നത്.